അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം 2023 നടന്ന പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. 4, 5, 6, 7 ക്ലാസ്സുകളിലെ 2024 ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അക്കീദയിലെ ഇമാമുകളിൽ ഒരാൾ. ഓപ്ഷൻസ്: ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹു, ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹു. 2. സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം. ഓപ്ഷൻസ്: മസ്ജിദിൽ, വീട്ടിനകത്ത്, പൊതുസ്ഥലത്ത്. ശരി ഉത്തരം വീട്ടിനകത്ത്. മൂന്നാമത്തത് 20ലധികം സ്വഹാബികളെ കണ്ട ഇമാം. ഓപ്ഷൻസ്: ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 4. മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഓപ്ഷൻസ്: 1000 ദിർഹം, 50 ദിർഹം, 500 ദിർഹം. ശരി ഉത്തരം 500 ദിർഹം. 5. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻസ്: ഈജിപ്തിൽ, കൂഫയിൽ, മദീനയിൽ. ശരി ഉത്തരം ഈജിപ്തിൽ. 6. ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ലാ തുആഹിദ്ന, ലാ തുഹമ്മിൽന, ലാ തഹ്മിൽ അലൈന. ശരി ഉത്തരം ലാ തുആഹിദ്ന. ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം. ചേരുംപടി ചേർക്കുക. 1. ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. 2. ഔലിയാക്കളുടെ നേതാവായി മാറി. 3. നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. 4. 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. 5. 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാടമാക്കി. ഇപ്പുറത്ത് നോക്കൂ. എ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ബി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഡി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ അവിടെ എടുത്തെഴുതേണ്ടത്. 1. ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. അതിന് ശരിയായത് ഇ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 2. ഔലിയാക്കളുടെ നേതാവായി മാറി. അതിന് ശരിയായത് എ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 3. നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. അതിന് ശരിയായത് ബി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 4. 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. അതിന് ശരിയായത് സി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 5. 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാടമാക്കി. അതിന് ശരിയായത് ഡി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ പ്രവർത്തനം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. മുർത്തദ്ദിന് ശാശ്വതമായ ഡേഷ് ആണ് ശിക്ഷ. അവിടെ പൂരിപ്പിക്കേണ്ടത് നരകവാസം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. 2. ഇൽമു കൊണ്ട് അല്ലാഹു തആലയുടെ ഡേഷ് മാത്രമേ ആഗ്രഹിക്കാവൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് തൃപ്തി. ഇൽമു കൊണ്ട് അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. 3. 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നിർബന്ധം. 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. 4. പാപങ്ങൾ പൊറുക്കുന്നതിന് ഡേഷ് ആവശ്യമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് തൗബ. പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. 5. സ്ത്രീകളുടെ എണ്ണം ഡേഷ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് കൂടുക. സ്ത്രീകളുടെ എണ്ണം കൂടുക ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. 6. നെദ്ഹബു ഇലൽ മുഹ്തബരി ഡേഷ് അൽ ഇസ്തിറാഹ. അവിടെ പൂരിപ്പിക്കേണ്ടത് ബഅദ. നെദ്ഹബു ഇലൽ മുഹ്തബരി ബഅദൽ ഇസ്തിറാഹ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ പ്രവർത്തനം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. കലീമുള്ള എന്ന് പേരുള്ള നബിയാര്? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. 2. അറ്റമില്ലാത്ത ജീവിതം ഏതാണ്? ഉത്തരം പരലോക ജീവിതം. 3. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഉത്തരം ഹറാം.
4. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മദ്ഹബ് ഏത്? ഉത്തരം ഹനഫി മദ്ഹബ്. 5. മനുഷ്യൻ നേടുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും മഹത്തായത്? ഉത്തരം അറിവ്. 6. തക്കാളി എന്നതിന്റെ അറബി പദമെന്ത്? ഉത്തരം തമാത്തിം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 1ാമത്തെ ചോദ്യം. സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും. ആർക്ക്? ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്. 2. നബിമാർക്ക് പുറമെ മഹ്ശറിൽ ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? ഉത്തരം അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും. 3. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. എവിടെ? ഉത്തരം പൊതുസ്ഥലങ്ങളിലും വഴിയിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. 4. എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. 5ാമത്തെ ചോദ്യം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ വെച്ച് ഹദീസ് മനഃപ്പാഠമാക്കി. എങ്ങനെ? ഉത്തരം വലതു കൈയിലെ വിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതിയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസ് മനഃപ്പാഠമാക്കിയിരുന്നത്. 6ാമത്തെ ചോദ്യം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം? ഉത്തരം കളവ് പോയ ആടിന്റെ മാംസം തന്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയം കാരണം പ്രസ്തുത ആടിന്റെ ആയുഷ്കാലം താൻ ആട്ടിറച്ചി കഴിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചതിനാൽ. 7ാമത്തെ ചോദ്യം. മാദാ സഅല ജുറൈജിനിൽ ഗുലാം, അതായത് കുട്ടിയോട് ജുറൈജ് എന്താണ് ചോദിച്ചത്? ഉത്തരം യാ ഗുലാമു മൻ അബൂക, മോനെ നിന്റെ പിതാവ് ആരാണ് എന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 6ാമത്തെ പ്രവർത്തനം. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. കറാമത്ത്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതണം. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. കറാമത്ത് അഭൗതികമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാജിക് അങ്ങനെയല്ല, അതൊരു കലയാണ്. പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം. കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക് കൊണ്ട് കഴിയില്ല. ബിൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഫലസ്തീനിൽ നിന്ന് മാസങ്ങൾ യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട്. അതിന് ധാരാളം പാറാവുകാരുമുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് ബിൻ ബർഹിയ എന്ന മഹാൻ നിമിഷനേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹിസലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. മാജിക് കൊണ്ട് ഇത് കഴിയുകയില്ല. അപ്പൊ എത്രയാണ് അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്? അടുത്ത ചോദ്യം. റിദ്ദത്ത്. അതിനെക്കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. ഉത്തരം റിദ്ദത്ത് കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ റിദ്ദത്ത് വരുന്നത് നാം സൂക്ഷിക്കണം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. റിദ്ദത്ത് വരുന്ന കാരണങ്ങൾ: ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലെയുള്ളവ ഹലാലാകാൻ കൊതിക്കുക തുടങ്ങിയവ മനസ്സുകൊണ്ടുള്ള റിദ്ദത്താണ്. അള്ളാഹുവിനെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക, അള്ളാഹുവിന്റെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയവ വാക്കുകൊണ്ടുണ്ടാകുന്ന റിദ്ദത്താണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആൻ, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക, പരിഹാസത്തിനായി പണ്ഡിതവേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി മുഖേന വരുന്ന റിദ്ദത്താണ്. അപ്പം ഇത്ര അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതുക. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.